ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രേരണയുടെ കീഴിലോ അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയോ ഒന്നും വന്നതല്ല. ഞങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്നിരുന്ന് ഈ 17 ദിവസം ഈ പൊരിയുന്ന വെയിലത്ത് വന്നിരുന്ന് ഈ സമരം ചെയ്യുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് മന്ത്രിക്ക് ഞങ്ങളെ കാണാനുള്ള കണ്ണില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനിയും ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മന്ത്രി കണ്ണു തുറക്കാത്തത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് എന്ത് വൈരാഗ്യമുണ്ടെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഈ 17 ദിവസം ഈ പൊരിയുന്ന വെയിലത്ത് ഇവിടെ വന്നിരിക്കുമ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ക്യാൻസർ ബാധിച്ച ഒരമ്മയുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. അവരെയൊന്നും നോക്കാൻ കഴിയാതെ വണ്ണമാണ് ഇവിടെ വന്നിരുന്ന് ഈ 233 രൂപയ്ക്ക് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്നോ ഞങ്ങൾ തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയുമില്ല, മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. അത്രമാത്രം ജോലി ഭാരം ഞങ്ങളുടെ മുതിന്മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജോലി എല്ലാം ചെയ്യുന്നെങ്കിൽ 233 രൂപയ്ക്ക് ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പോലും കഴിയുന്നില്ല. പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് മന്ത്രി ഈ കണ്ണു തുറക്കാതിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതിനൊരു അറുതി വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ അനന്തപുരിയിൽ നിന്നും ഞങ്ങൾ പിന്മാറണമെങ്കിൽ ഞങ്ങൾ ഇവിടെ വിഴുന്ന് മരിച്ചാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല.